Praise the Lord. Hallelujah. Hallelujah. യേശു കർത്താവിന്റെ അത്ഭുതവും അനുഗ്രഹവും ദൈവവും സാമർഥ്യമുള്ള നാമത്തില് ഇന്നത്തെ യേശുവിൽ സമൃദ്ധി എന്നുള്ള പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനും സ്വാഗതം. यीशु मसीह के प्रेम भरे नाम से, दया भरे नाम से, उसके सामर्थ भरे नाम से मैं आप सबका स्वागत करना चाहता हूँ यीशु में समृद्धि के आज के इस एपिसोड में। എന്റെ പേര് പാസ്റ്റർ ഹരീഷ്, ഇത് പാസ്റ്റർ രതി. ഞങ്ങൾ രണ്ടും യേശു കർത്താവിന്റെ സുവിശേഷ വേല ഡൽഹിക്ക് അടുത്തുള്ള ഫരീദാബാദിൽ ചെയ്യുന്നു. और इनका नाम पास्टर हरीश है, मेरा नाम पास्टर रति है। हम दोनों मिलके फरीदाबाद में, जो दिल्ली के बहुत नजदीक है, वहां पे सेवकाई करते हैं। ഞങ്ങളുടെ ചർച്ച് ടെമ്പിൾ ഓഫ് ദ മോസ്റ്റ് ഹൈ ഗോഡ് ചർച്ച് ഫരീദാബാദിലാണ്. ഞങ്ങളുടെ ചർച്ചിന് മിനിസ്ട്രിക്ക് നോർത്ത് ഇന്ത്യയിലെ യേശു കർത്താവിന്റെ സുവിശേഷ വേല വളരാൻ വേണ്ടിയ, കർത്താവിന്റെ രാജ്യം വളരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെയും കൊണ്ട് പറ്റാവുന്നതൊക്കെ ചെയ്യുക. और हमारे कलीसिया का नाम टेम्पल ऑफ द मोस्ट हाई गॉड चर्च है, जो फरीदाबाद में है। तो मैं आपसे निवेदन करता हूँ, मेरे लिए, मेरे परिवार के लिए, कलीसिया की बढ़ोतरी के लिए, सारे मिनिस्ट्रीज के लिए आप प्रार्थना कीजिएगा। अपने प्रार्थना में हमें रखिएगा। ഈ എപ്പിസോഡ് കഴിഞ്ഞ് കോൾ ചെയ്യുക, ഞാൻ പ്രാർത്ഥിക്കാം, ഞങ്ങളുടെ ടീം പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് വാട്സപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം, പേര്, സ്ഥലപ്പേര്, ഒരു വോയിസ് റെക്കോർഡ് പറ്റുവാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഇട്ടാൽ കോൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ പ്രാർത്ഥിക്കാം, നിങ്ങൾക്ക് അതിൻ്റെ അപ്ഡേറ്റ്സുകൾ തന്നുകൊണ്ടിരിക്കാം. വാട്സപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വാട്സപ്പ് ചെയ്തുകൊണ്ടിരുന്നാൽ വാട്സപ്പിലെ ഡീറ്റെയിൽസ് ഇട്ടാൽ മതി. വാട്സപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൾ ചെയ്യാം, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. और इस एपिसोड के बाद आपका कोई भी प्रार्थना विषय है तो नीचे दिए गए नंबर पे, जो प्रेयर लाइन नंबर है, उस पे आप कॉल कर सकते हैं, या आप व्हाट्सएप अगर यूज करते हैं तो व्हाट्सएप पे आप अपने प्रार्थना विषयों को वॉइस रिकॉर्ड करके या टाइप करके उसमें भेज सकते हैं, और मैं आपके लिए प्रार्थना करके वापस एक वॉइस रिकॉर्ड आपके लिए भेजूंगा। ഇന്നത്തെ സ്പോൺസേഴ്സ് ആയിട്ടുള്ള ദീനാമ ചെറിയാൻ ആൻഡ് കെ ജോൺ, അവർക്ക് നന്ദി പറയുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇനിയും എല്ലാ മാസങ്ങളിലും ചെയ്യാൻ കർത്താവ് നിങ്ങൾക്ക് കൃപ തരട്ടെ. നിങ്ങളുടെ സാമ്പത്തികത്തിനെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. और आज के एपिसोड के जो स्पॉन्सर्स हैं, सिस्टर दीनामा चेरियन और ब्रदर के जॉन का हम धन्यवाद करते हैं, और हमारी प्रार्थना है कि परमेश्वर आपको बहुतायत से आशीष दे और आपको और भी एपिसोड्स को स्पॉन्सर करने के लिए आपके हाथों में वो फलों को दे। അവർ ചോദിച്ചിരിക്കുന്ന പ്രാർത്ഥന വിഷയം അവരുടെ മകളുടെ കുടുംബത്തിലെ അനുഗ്രഹം, മകന്റെ ബിസിനസ്സിൽ അനുഗ്രഹം, എൻറ്റയർ ഫാമിലിക്ക് വേണ്ടി ഈ സമയത്ത് ഈ രണ്ട് വിഷയങ്ങൾക്ക് വേണ്ടി നമുക്ക് 1 മിനിറ്റ് പ്രാർത്ഥിക്കാം. കർത്താവേ, തമ്പുരാനും ദൈവമായ യേശുവേ, ഈ സമയത്ത് ദീനാമ ചെറിയനെയും ബ്രദർ ജോണിനെ അങ്ങയുടെ കൈകളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇവരുടെ മക്കളുടെ പേരിൽ, കുഞ്ഞുങ്ങളുടെ പേരിൽ, അവരുടെ ജനറേഷൻസിന്റെ മേളിൽ അങ്ങയുടെ അനുഗ്രഹം നിറയണമേ കർത്താവേ. ഇന്ന് ഇവരെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് കാരണം കർത്താവേ നന്ദി. പിൻകാലങ്ങളിൽ അവരുടെ പ്രാർത്ഥന വിഷയങ്ങളെല്ലാം അങ്ങ് കേട്ടതിനും ഞാൻ പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് ഇനിയും വരുന്ന ദിവസങ്ങളിൽ പുതിയ പുതിയ അനുഗ്രഹങ്ങൾ അവരുടെയും കുടുംബത്തിൻ്റെ മേളിൽ അങ്ങ് റിലീസ് ചെയ്തുവെന്നും ഞാൻ വിശ്വസിക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ഇന്നത്തെ ഈ വിഷയം നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് ഒരു പേനയും പേപ്പറും എടുത്ത് ബൈബിളിൻ്റെ കൂടെ പെട്ടെന്നിരിക്കണം, 1 മിനിറ്റിനുള്ളിൽ ഇരിക്കണം. കാരണം ഇന്നത്തെ ഒരു വിഷയം വളരെ ആവശ്യം വരും. വളരെ ചർച്ചുകളിൽ അധികം പ്രീച്ച് ചെയ്ത് അധികം ആളുകൾക്ക് മനസ്സിലാകാത്ത ഒരു സബ്ജക്റ്റിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. और आज का संदेश शुरू होने से पहले मैं आपको ये बताना चाहता हूँ, एक पेन, एक पेपर और अपने बाइबल को साथ लेके बैठिएगा, क्योंकि आज का विषय, आज का संदेश बहुत ही महत्वपूर्ण है और आप लिख सकते हैं, क्योंकि बहुत सारे कलीसियाओं में ये इस टॉपिक के ऊपर बात नहीं किया जाता, सिखाया नहीं जाता। तो आज जो मैं संदेश आपको देने जा रहा हूँ वो आपका जीवन, आपकी पीढ़ियों का जीवन बदल सकता है। जनरेशनल ब्लेसिंग्स एंड जनरेशनल कर्सेस. पीढ़ियों की जो आशीष है और पीढ़ियों के जो श्राप है. നിങ്ങളുടെ ലൈഫിൽ പലപ്പോഴും നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ കാണും, എൻ്റെ ലൈഫിൽ ഈ പ്രശ്നങ്ങൾ എന്തുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നു? കണ്ടിന്യൂസ് ആയി ചില പ്രശ്നങ്ങൾ, അസുഖങ്ങൾ, ബിസിനസ്സിലെ പ്രശ്നങ്ങൾ, ജോബിലെ പ്രശ്നങ്ങൾ, ഫാമിലി പ്രശ്നങ്ങൾ, ഇതെന്താണ് എൻ്റെ ലൈഫിൽ? ചില സമയത്ത് നിങ്ങൾ മുടി പിടിച്ച് വലിക്കുമായിരിക്കും, എന്താ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്? യേശുവിനെ അറിഞ്ഞതിന് ശേഷവും ഈ ലൈഫിൽ എന്താ എൻ്റെ പ്രശ്നങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയി നടക്കുന്നത്? നിങ്ങൾക്ക് ചിലപ്പോൾ അതിന് ഉത്തരം കാണത്തില്ല, നിങ്ങളുടെ പാസ്റ്റിന് ഉത്തരം കാണത്തില്ല, ചർച്ചിന് ഉത്തരം കാണത്തില്ല. പക്ഷേ നിങ്ങൾ ഈ സബ്ജക്റ്റ് പഠിച്ചു കഴിയുമ്പോൾ ഇന്ന് നല്ല രീതിയിൽ ഇത് ഒരു 3-4 എപ്പിസോഡുകളിൽ കൂടെ പോകും. അപ്പം നിങ്ങൾക്ക് ഇത് കണ്ടിന്യൂസ്ലി ഫോളോ ചെയ്യണം. അന്നേരം നിങ്ങൾക്ക് പല അനുഗ്രഹങ്ങളും അഭിഷേകങ്ങളും കിട്ടും. നിങ്ങൾക്ക് അതിൻ്റെ ഇഷ്യൂ അറിഞ്ഞ് നിങ്ങൾക്ക് ഈ വിഷയങ്ങളിൽ നിന്ന്, ഈ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു വരാൻ പറ്റും. അപ്പം ശ്രദ്ധയോടിരുന്ന് ഇന്നത്തെ ഈ വചനം കേൾക്കുക. എൻ്റെ വിശ്വാസമാണ് നിങ്ങൾ പേപ്പർ എടുത്തെന്ന്. ആ പേപ്പറിൻ്റെ 2 കോളമാക്കി അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ അച്ഛൻ്റെയും അമ്മയുടെയും, നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെയും പേര്, അതിന് തൊട്ടു മേളിലായി നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും പേര്, അതായത് നിങ്ങളുടെ അപ്പൂപ്പൻ്റെയും അമ്മൂമ്മ, നിങ്ങളുടെ അച്ഛൻ, ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ, നിങ്ങളുടെ അച്ഛൻ്റെ സൈഡിൽ നിന്നുള്ളത് പേര് എഴുതുക.
और मेरा विश्वास है आपने पेन और पेपर ले लिया है। उस पेपर के ऊपर आप हाफ में एक कॉलम बना लीजिएगा और लेफ्ट साइड में अपने माता और पिता का नाम लिखिएगा और माता और पिता के नाम के ऊपर जो आपके दादा हैं और दादी का नाम उसके ऊपर लिखिएगा। लेफ्ट साइड में आपके माता पिता का नाम और ऊपर दादा दादी का नाम। അതിന്റെ റൈറ്റ് സൈഡിൽ നിങ്ങളുടെ അമ്മയുടെ പേര് എഴുതുക. നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെയും പേര് നിങ്ങൾ എഴുതി. അമ്മയുടെ അച്ഛൻ്റെ അമ്മ എന്ന് വെച്ചാൽ അതിന് നമ്മൾ മലയാളത്തിൽ പറയുന്ന അപ്പൂപ്പൻ അമ്മൂമ്മ എന്നാണ് പറയുന്നത്. ഇംഗ്ലീഷിൽ ഹിന്ദിയിൽ വേറെ പേരുണ്ട്. ഇംഗ്ലീഷിലും ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ എന്നേ പറയത്തുള്ളൂ. പക്ഷേ ഇതിൽ അമ്മയുടെ അച്ഛൻ്റെ അമ്മയുടെയും പേര് എഴുതുക. അമ്മയുടെ അച്ഛൻ്റെ അമ്മയുടെയും പേര് എഴുതുക. और राइट साइड में दाई और में आपने लिखना है अपने मम्मी का नाम, अपने माताजी का नाम, उसके ऊपर नाना और नानी का नाम आप लिखिएगा। എഴുതിയോ? എഴുതി കഴിഞ്ഞിട്ട് ഈ രണ്ട് സൈഡിലും നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ നിങ്ങളുടെ അച്ഛൻ്റെ ലെഫ്റ്റ് സൈഡിൽ അച്ഛൻ്റെ എത്ര ആങ്ങള പെങ്ങളന്മാരുണ്ട് അവരുടെ എല്ലാം പേര് എഴുതി പോവുക. അവരുടെ മക്കളുടെ പേര് എഴുതി പോവുക. और अभी लेफ्ट साइड में आपने अपने दादा के बारे में लिखा, उसमें लिखना है कि आपके दादा के कितने बेटे थे और उनके कितने बच्चे थे, वो लिखते हुए जाइएगा। എന്ന് വെച്ചാൽ നിങ്ങളുടെ അച്ഛൻ്റെ ആങ്ങള പെങ്ങടമാരുടെ ഡീറ്റെയിൽസ് എല്ലാം എഴുതി. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലും അമ്മയുടെയും ആങ്ങള പെങ്ങടമാരുടെ എല്ലാം ഡീറ്റെയിൽസ് എഴുതുക. അവരുടെ മക്കളുടെ ഡീറ്റെയിൽസ് എഴുതുക. വെച്ചാൽ നിങ്ങളുടെ കസിൻസ് ബ്രദേഴ്സ് കസിൻസ് സിസ്റ്റേഴ്സ് അവരുടെ എല്ലാം പേര് എഴുതി പോവുക നിങ്ങൾക്ക് ഓർമ്മയുള്ളതെല്ലാം. और दाएं और में आपने लिखना है आपके मम्मी की ओर से जो नाना नानी की जो पीढ़ियां हैं उनके नाम लिखना है. आपके कजिन्स के नाम, जितनी पीढ़ियां हैं सबके आपने नाम लिखने हैं उसमें. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയുടെ ഒരു ഹിസ്റ്ററി ഒരു ഡാറ്റ എല്ലാവരുടെയും പേര് സഹിതം ഒരു ഷീറ്റിൽ വന്നു. ആ ഫ്രണ്ട് ഷീറ്റിൽ വന്ന് കാണും. ഒരു 25-30 അടുത്ത് യൂഷ്വലി ഒരു ഫാമിലിക്ക് ഇത്രയും റിലേറ്റീവ്സ് ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സ് എന്ന് പറയാവുന്ന ഇത്രയും പേരുടെ പേരായി കാണും രണ്ട് സൈഡിൽ നിന്നും. और अभी जब आपने सबका नाम लिख लिया, कम से कम 25 से 30 लोगों के नाम आपने उस शीट पे लिख लिया होगा. और क्योंकि परिवार बड़ा होता है तो इतने लोगों का नाम आपने लिख लिया होगा. अपने दादा की ओर से, अपने नाना की ओर से, अपने दादी की ओर से, अपने नानी की ओर से, जितना भी है आपने पूरा नाम लिखना उसमें. ഇനി ഞാൻ ചില ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോകുന്നു. ആ ക്വസ്റ്റ്യൻസ് മറ്റുള്ള സൈഡിൽ എഴുതിയിട്ട് പറയാൻ പോകുന്ന മറ്റുള്ള സൈഡിൽ എഴുതിയിട്ട് TV എപ്പിസോഡാണ്, അരമണിക്കൂറിന് മേളിൽ ചെയ്യാനും പറ്റത്തില്ല, ചെയ്യാനുള്ള കാശില്ല ഇപ്പോൾ ഇന്നത്തെ സമയത്ത്. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ കണ്ടിന്യൂസ് 1-2 മണിക്കൂർ ഈ സബ്ജക്റ്റ് തന്നെ ഇതിൽ ചെയ്തുകൊണ്ടിരുന്നേനെ. അതുകൊണ്ട് കേൾക്കുന്ന ക്വസ്റ്റ്യൻസ് വളരെ പെട്ടെന്ന് എഴുതി ആൻസർ ചെയ്തുകൊണ്ടിരിക്കുക. और अभी मैं कुछ प्रश्न आपसे पूछूंगा, वो प्रश्न का जवाब आपने लिखते रहना है क्योंकि हमारे पास सिर्फ आधा घंटे का स्लॉट है. मैं चाहता हूं कि एक ही स्ट्रेच में मैं कर पाऊं, परंतु क्योंकि फाइनेंसेस की कमी के कारण हम एक स्ट्रेच में नहीं कर सकते. तो जल्दी से जल्दी हम लिखेंगे, आज के प्रश्नों को लिखेंगे, उसका उत्तर आप देंगे. फिर അതിൽ എത്ര പേര് എപ്പോഴും അസുഖങ്ങളിൽ കൂടെ കടന്നു പോകുന്നുണ്ട്? उसमें पहला प्रश्न है, आपके परिवार में, आपकी पीढ़ियों में कितने लोग बीमार थे? എത്ര പേര് കള്ളുകുടി എന്ന് വെച്ചാൽ ആൽക്കഹോൾ അഡിക്ഷൻ, സിഗരറ്റ്, മറ്റുള്ള അഡിക്ഷൻസ്, സബ്സ്റ്റൻസ് അഡിക്ഷൻ, ഡ്രഗ് അഡിക്ഷൻ, അങ്ങനെയുള്ള അഡിക്ഷൻസ് ഉള്ളവർ എത്ര പേരുണ്ട്? कितने लोग शराब पीते हैं या अलग अलग जैसे स्मोकिंग करते हैं, अलग अलग चीजों का सेवन करते हैं जो गलत है, उसके बारे में आपने लिखना है. എത്ര പേര് പ്രിമച്വർലി മരിച്ചുപോയി എന്ന് വെച്ചാൽ 60 വയസ്സ് എത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ കുടുംബത്തിൽ എത്ര പേര് മരിച്ചുപോയി? कितने लोग जवानी में मर चुके हैं, मतलब 60 साल से पहले ही वो मर चुके हैं, वो लिखिएगा. എത്ര പേര് നിങ്ങളുടെ കുടുംബത്തിൽ ഹാൻഡിക്യാപ്പായി എന്ന് വെച്ചാൽ വികലാംഗരായി? എത്ര കുഞ്ഞുങ്ങൾ ജനിച്ചിട്ടുണ്ട്? എത്ര പേര് വികലാംഗരാണ്? और उसमें ये लिखिएगा कितने लोग आपके जनरेशन में वो विकलांग हुए, वो हैंडीकैप्ड हैं. എത്ര പേരുടെ കരിയർ, ജോലി ശരിയായിട്ടില്ല, വയസ്സായിട്ട് 40-45 വയസ്സായിട്ടും ജോലി ശരിയായിട്ടില്ല, സാമ്പത്തിക അനുഗ്രഹങ്ങളില്ല. എത്ര പേരുടെ ബിസിനസ് ഫെയിലിയർ ആയിട്ടുണ്ട്, ബിസിനസ് ബാങ്ക്രപ്റ്റ് ആയിട്ടുണ്ട്, പണിയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, അങ്ങനെയുള്ള എത്ര പേരുണ്ട്? कितने लोग उनका जॉब कभी सेटल नहीं हुआ, उनका बिजनेस कभी सेटल नहीं हुआ, 45 से नीचे ही हैं, परंतु उनका जॉब, उनका बिजनेस कभी भी सेटल नहीं हुआ, फाइनेंशियल प्रॉब्लम्स में वो रहे, स्ट्रगल्स में, फाइनेंशियल स्ट्रगल्स में वो रहे. कितने लोग हैं? എത്ര പേർക്ക് സ്വന്തം വീടില്ല? എത്ര പേര് വാടക കെട്ടിടങ്ങളിൽ താമസിക്കുന്നു? कितने लोगों के पास अपना घर नहीं है, वो किसी किराए के घर में, मकान में रह रहे हैं. എത്ര പേര് ക്രിമിനൽസ് ആണ്? കേസുകളിലും മറ്റുള്ള കോടതി പ്രശ്നങ്ങളിലും എത്ര പേര് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇപ്പം? कितने लोग क्रिमिनल्स हैं जो जेल में हैं या कोर्ट कचहरी के चक्कर में पीछे भाग रहे हैं. എത്ര പേർക്ക് കുഞ്ഞുങ്ങളുടെ അനുഗ്രഹമില്ല, അതായത് മക്കളുടെ അനുഗ്രഹമില്ല, ബാരൻ ആയിട്ടിരിക്കുന്നു? എത്ര പേരുണ്ട് അങ്ങനെ? कितने
लोगों को बच्चों की आशीष नहीं है, वो बांझ है, वो लिखिएगा. എത്ര പേര് വിഡോ ആയി കഴിയുന്നു നിങ്ങളുടെ കുടുംബത്തിൽ? എത്ര പേർക്ക് ഹസ്ബൻഡ് ഇല്ല അല്ലെങ്കിൽ വൈഫ് ഇല്ല? അങ്ങനെയുള്ളവർ എത്ര പേരുണ്ട്? कितने लोग हैं जिनका पति नहीं है या पत्नी नहीं है, वो विधवा है, वो लिखिएगा. എത്ര പേര് ആക്സിഡന്റിൽ മരിച്ചു? റോഡ് ആക്സിഡന്റിൽ മരിച്ചു, പാമ്പ് കടിച്ചു മരിച്ചു, എന്തെങ്കിലും തലേ വന്ന് വീണ് മരിച്ചു, തേങ്ങ വീണ് മരിച്ചു, അങ്ങനെയുള്ളവർ എത്ര പേര് നിങ്ങളുടെ കുടുംബങ്ങളിലുണ്ട്? कितने लोग एक्सीडेंट्स में मर गए, जैसे किसी को सांप काट लिया या गाड़ी के द्वारा मृत्यु हो गई या नारियल सर पे गिर के वो मर गए. कितने लोगों की मौत हुई वैसे. അനലൈസ് ചെയ്യുക. എത്ര പേര് സൂയിസൈഡ് കമ്മിറ്റ് ചെയ്തവരുണ്ട്? कितने लोगों ने सुसाइड किया. എത്ര പേര് മറ്റുള്ള ഷുഗർ, ക്രോണിക് കാർഡിയാക് ഡിസീസ് അങ്ങനെയുള്ളവർ എത്ര പേരുണ്ട്? വാദസംബന്ധമായ അസുഖങ്ങളുള്ള നിങ്ങൾ എത്ര പേരുണ്ട്? ഒന്നൊന്ന് ലിസ്റ്റ് എടുത്ത് ഇതിന്റെ എല്ലാം. और कितने लोगों को शुगर की बीमारी है, जैसे डायबिटीज है, कितने लोगों को अस्थमा की बीमारियां है या अलग अलग प्रकार की बीमारियां हैं, वो भी लिखिएगा. ഈ ഫൈൻഡിങ്സ് നിങ്ങളെ ഷോക്ക് ചെയ്യും. നിങ്ങൾ അത് ഒബ്സർവ് ചെയ്ത് കഴിയുന്ന സമയത്ത് നിങ്ങളുടെ കുടുംബത്തിലുള്ള ചില പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ കസിൻസിന്റെ കുടുംബത്തില്, റിലേറ്റീവ്സിന്റെ കുടുംബത്തില്, ഫാമിലി കുടുംബത്തില് അറ്റ്ലീസ്റ്റ് 3-4 പേർക്ക് നിങ്ങൾക്ക് നോക്കും സെയിം കാര്യങ്ങൾ, സെയിം പ്രശ്നങ്ങൾ, ചിലപ്പോൾ സെയിം അനുഗ്രഹങ്ങൾ കാണും, ചില സെയിം പ്രശ്നങ്ങൾ കാണും. നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഇങ്ങനെ? അതിന്റെ കാരണം ഞാൻ പറയാം. और अभी जब आपने सब कुछ लिख लिया, आपने लिखने के बाद आप शॉक हो चुके होंगे ये जान के कि आपको जो समस्या हो रही है वो आपके पीढ़ियों में या आपके कजिन्स भी वही सेम समस्या से जा रहे हैं. तो जल्दी से लिखिएगा और मैं आगे आपको बताऊंगा कि क्यों हो रहा है ये. നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തോ ഇതിന്ന് പുറത്തു വരണോ? അടുത്ത 2-3-4 എപ്പിസോഡുകളിൽ കൂടെ ഞാൻ നിങ്ങളെ ഇതിന് പുറത്തു വരാനും അനുഗ്രഹം നിറഞ്ഞ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും വേണ്ടിയുള്ള പല പല കാര്യങ്ങളും കർത്താവിന്റെ വചനത്തിൽ നിന്ന് പഠിപ്പിക്കുന്നതായിരിക്കും. और आगे 3-4 एपिसोड्स में मैं आपको सिखाऊंगा कि आपके जनरेशन में जो श्राप है उसके बारे में बताऊंगा और हम सीखेंगे कि उस श्राप में से हम कैसे बाहर निकल सकते हैं परमेश्वर के वचन के द्वारा. അത് അഥവാ നിങ്ങൾ മിസ്സായി രണ്ടാമത് കേൾക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ NIT ചർച്ചിന്റെ യൂട്യൂബ് ചാനൽ അവൈലബിൾ ആയിരിക്കും. എനിക്ക് ഈ പറഞ്ഞ നമ്പറിൽ കോൾ ചെയ്താൽ ഞാനുള്ള ലിങ്ക് അയച്ചു തരാം. और अगर आपने कोई भी एपिसोड बीच में मिस किया तो नीचे दिए गए नंबर पे आप व्हाट्सएप या कॉल करके बता सकते हैं. और या तो आप NIT चर्च के यूट्यूब चैनल पे जाइएगा और वहां पे आपको ये एपिसोड वहां पे मिलेगा. ഇതുവരെ ചെയ്തു. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഫാമിലിയിലെ ശ്രാപങ്ങളെ കുറിച്ച്, കഴ്സിനെ കുറിച്ച്, പ്രശ്നങ്ങളെ കുറിച്ച് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്കൊരു ചാർട്ട് കാണാം. 2 ഫാമിലിയെ കുറിച്ചുള്ള കമ്പാരിസൺ. അവരുടെ 200 വർഷത്തെ ഡാറ്റ എടുത്ത് സയന്റിഫിക്കലി റിസർച്ച് ചെയ്തുള്ള ഒഥന്റിക് ആയിട്ടുള്ള 2 ഫാമിലികളുടെ ഡാറ്റ ഞാനിപ്പോൾ ഷെയർ ചെയ്യാം. और अभी आपने लिख लिया होगा सबके बारे में, क्वेश्चंस आपने जवाब दे दिया, मेरा विश्वास है. और इस टाइम आपके स्क्रीन में एक चार्ट आ रहा है. हम देखेंगे कि 2 परिवार के पीढ़ियों के बारे में हम देखेंगे कि उनके परिवार में कौन सा श्राप एक्टिवेट हो रहा था. तो जो चार्ट आपको दिख रहा है, जो स्लाइड आपको दिख रहा है, उसको आप देख सकते हैं. ആദ്യത്തെ ഒരു ശാപം കിട്ടിയ ഒരു ഫാമിലിയെ കുറിച്ച് ഉള്ള ഒരു ഡാറ്റയാണ് ഇപ്പൊ എന്റെ സ്ക്രീനിൽ കാണുന്ന ഈ ഡാറ്റ. ശാപം കിട്ടിയ ഫാമിലിയെ കുറിച്ച് ഇംഗ്ലീഷിലാണ് എഴുതി കാണിക്കുന്നത്, എന്നാലും ഞാൻ പറഞ്ഞു പോവാം. ശാപം കിട്ടിയ ഒരു ഫാമിലിയെ കുറിച്ചുള്ള ഒരു ഡാറ്റ. അയാളുടെ പേരാണ് മാക്സ് ജൂക്സ്. और जो पहला जो स्लाइड हम देख रहे हैं वो पहले परिवार के बारे में है जो श्रापित परिवार था, उसका नाम था मैक्स जूक्स. तो आपके स्क्रीन में दिखाई दे रहा है, इंग्लिश में है वो. मेरा विश्वास है कि आप सब पढ़ सकते हैं. ഈ മാക്സ് ജൂക്സിന്റെ കുടുംബത്തിലെ 200 വർഷത്തെ ഡാറ്റ എടുത്ത് നോക്കുമ്പോൾ ഇവർ രണ്ടും യേശുവിനെ അറിഞ്ഞ കുടുംബമല്ലായിരുന്നു. ഇവർ ഹസ്ബൻഡ് വൈഫ്, 2 കുടുംബമല്ല, ഹസ്ബൻഡ് വൈഫ് യേശുവിനെ അറിയത്തില്ലായിരുന്നു. 560 പേര് ഇവരുടെ കുടുംബത്തിൽ നിന്ന് അടുത്ത 200 വർഷം 560 കുഞ്ഞുങ്ങളുണ്ടായി. മക്കളും മക്കളെ എല്ലാം കൂടെ കൂട്ടി. और ये मैक्स जूक्स का जो परिवार है उसमें 560 उनके वंश निकले. और हम जो अभी देख रहे हैं वो 200 पीढ़ियों के बारे में हम पढ़ रहे हैं. मैक्स 200 साल का 200 ഇയേഴ്സിന്റെ 200 വർഷത്തിന്റെ അതിൽ 310 പേര് പോവർട്ടിയിലായിരുന്നു, എന്ന് വെച്ചാൽ പട്ടിണിയിലായിരുന്നു. അവരുടെ ലൈഫിൽ അനുഗ്രഹങ്ങളില്ലായിരുന്നു, സാമ്പത്തിക. 560 പേരുണ്ടായാൽ 310 പേരുടെ ലൈഫ്, 310 കുടുംബാംഗങ്ങൾ 200 വർഷത്തെ അവര് പട്ടിണിയും പരവശമായിട്ട് നടക്കുമായിരുന്നു. और उसमें से 310 जो लोग थे वो गरीबी में थे, उनके पास खाने के लिए भी कुछ नहीं था, इतने गरीबी में थे वो. 150-ലധികം ആളുകള് ക്രിമിനൽ കുറ്റങ്ങൾക്ക് ജയിലിൽ അടയ്ക്കപ്പെട്ടു. 150-ലധികം ആളുകൾ. और 150 लोग अपराधी व्यक्ति निकले. 100 പേര് മദ്യപാന അഡിക്റ്റായി നശിക്കപ്പെട്ടവരായിരുന്നു. അതിൽ 100 പേര്. और 100 लोग दारूबाज निकले उसमें से. അതിൽ 7 പേര് മർഡർ കുറ്റത്തിന് അറസ്റ്റ് ആയവരായിരുന്നു. 7 പേര് മർഡർ കുറ്റത്തിന്. और 7 लोग उसमें से खूनी निकले. അതില് അധികം ഇവരുടെ 560 പെണ്ണുങ്ങൾ എത്ര ഉണ്ടെന്ന് ഡീറ്റെയിൽ ഇല്ല. പക്ഷെ അതില് പെണ്ണുങ്ങളുള്ളതില്
ഭൂരിപക്ഷം ഒരു 70% പ്രോസ്റ്റിറ്റ്യൂട്ട് വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടവരായിരുന്നു. और इनके वंश के बारे में कितनी औरतें थी ये नहीं बताया, परंतु उनके वंश में कम से कम 70% जो लड़कियां थी या महिलाएं थी वो वैश्या निकली. ആ കുടുംബം 1990-കളിൽ ആ കുടുംബം ന്യൂയോർക്ക് സിറ്റിയിൽ അവര് 1.5 മില്യൺ എന്ന് വെച്ചാൽ അന്നത്തെ സമയത്ത് ഇന്നത്തെ ഇത് കാൽക്കുലേറ്റ് 7-8 കോടി രൂപ, പക്ഷെ ഒരു 10-20 കോടി രൂപ നമുക്ക് ഇൻഫ്ലേഷനൊക്കെ കാൽക്കുലേറ്റ് ചെയ്താൽ അത്രയും ഗവൺമെന്റിന് ദേശത്ത് നാശനഷ്ടങ്ങൾ വരുത്തി വെച്ച ഒരു കുടുംബമായിരുന്നു അവരുടേത്. और उस टाइम जब ये स्टैटिस्टिक्स देखा गया था तो कम से कम 7 से 8 करोड़ को उन्होंने नुकसान किया उस देश के लिए. ഇവര് ശാപം കിട്ടിയ ഫാമിലി, നമ്മൾ ജനറേഷണൽ കഴ്സസ് ജനറേഷണൽ ബ്ലെസ്സിങ്ങിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഈ ഫാമിലി ശാപം കിട്ടി. ഇനി അനുഗ്രഹം കിട്ടിയ ഒരു ഫാമിലിയെ കുറിച്ച് പറയാം. ഇതൊരു പാസ്റ്ററിന്റെ, ഒരു ദൈവവേല ചെയ്തുകൊണ്ടിരുന്ന ഒരാളുടെ കുടുംബമാണ്. യേശു കർത്താവിനെ അറിയുന്ന, മറ്റേ മാക്സ് ജൂക്സിന് അറിയത്തില്ലായിരുന്നു, ഇത് യേശു കർത്താവിനെ അറിയുന്ന അനുഗ്രഹം കിട്ടിയ ഒരു കുടുംബത്തിന്റെ സ്റ്റോറി ഞാൻ പറയാം. और अभी हम दूसरे परिवार के बारे में सीखेंगे. जो पहला परिवार था मैक्स जूक्स का, वो परमेश्वर यीशु मसीह की आराधना नहीं करता था, परंतु जो दूसरा परिवार जो है वो आशीषित परिवार था, जो परमेश्वर के पीछे उसके वचन के अनुसार चलता था. वो व्यक्ति जो था परमेश्वर का एक दास भी था. അദ്ദേഹത്തിന്റെ പേരാണ് ജോനഥൻ എഡ്വേർഡ്. और उनका नाम है जॉनथन एडवर्ड. ഇദ്ദേഹത്തിന്റെ 200 വർഷത്തെ ഡാറ്റ എടുത്ത സമയത്ത് 1394 കുഞ്ഞുങ്ങളും മക്കളും മക്കളുടെ മക്കളും അദ്ദേഹത്തിന്റെ വംശാവലിയിൽ വന്നു. 1394. മറ്റേ അയാൾ 560 സംതിങ് ഉള്ളായിരുന്നു, 500-ലധികം. ഇത് 1394, ഓൾമോസ്റ്റ് ഡബിള് അധികം മക്കളും മക്കളുടെ മക്കളെയും കൊടുത്ത് കർത്താവ് അനുഗ്രഹിച്ചു. और इनके जो पीढ़ियों के बारे में देखा, जो 200 साल से अधिक जो पीढ़ियों के बारे में देखा, उनके पीढ़ियों में कम से कम 1300 से ज्यादा उनकी पीढ़ियां निकली. जो हमने पहला परिवार देखा था जो मैक्स जूक्स का था, उनके परिवार में सिर्फ 560 लोग थे, परंतु जॉनथन एडवर्ड के परिवार में 1300 से अधिक थे. मतलब उससे मतलब है कि डबल से ज्यादा है वो. ഇതിൽ 294 ആളുകൾ കോളേജ് ഗ്രാജുവേറ്റ്സ് ആയിരുന്നു. 294. और 290 से ज्यादा कॉलेज ग्रेजुएट्स निकले उनकी पीढ़ी में से. എന്ന് വെച്ചാൽ നല്ല പഠിത്തമുള്ള, നല്ല എഡ്യൂക്കേഷൻ ഉള്ള ഫാമിലി ആയിരുന്നു അവരുടേത്. इसका मतलब बहुत ही एजुकेटेड और पढ़ाई में बहुत ही अच्छे परिवार के थे. അതിൽ 13 പേര് കോളേജിന്റെ ഡീന, കോളേജിന്റെ പ്രിൻസിപ്പൽസ് ആയിരുന്നു. और उसमें 13 लोगों से ज्यादा कॉलेज के अध्यक्ष निकले. 30 പേര് ജഡ്ജസ് ആയിരുന്നു. 30 लोग न्यायाधीश थे. ഒരാൾ സുപ്രീം കോടതി ജഡ്ജായി ആ ദേശത്തിന്റെ. एक व्यक्ति न्याय विद्यालय का अध्यक्ष निकला. 80 പേര് വളരെ ഗവൺമെന്റ് ജോബിൽ വളരെ ടോപ്പ് പൊസിഷനിൽ എത്തിയവരായിരുന്നു. और 80 लोग ऊंचे पद के सरकारी नौकरी में थे. 65 പേര് കോളേജിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പൊസിഷൻസ് ഹാൻഡിൽ ചെയ്തു. और 60 से ज्यादा लोग कॉलेज के प्रिंसिपल्स निकले. 75-ലധികം പേര് ആർമിയിലെ ഡിഫൻസിലെ വളരെ ഇമ്പോർട്ടന്റ് പോസ്റ്റ് ഹാൻഡിൽ ചെയ്യുന്ന ആളുകൾ വന്നു. और 70 से ज्यादा सेना के अधिकारी निकले उसमें से. 100-ലധികം യേശു കർത്താവിന്റെ സുവിശേഷം പ്രസംഗിക്കുന്ന പാസ്റ്റർമാർ പുറത്തു വന്നു ആ और കുടുംബത്തിൽ. 100 से ज्यादा परमेश्वर के वचन को सिखाने वाले परमेश्वर के दास उसमें से निकले. 100-ലധികം വക്കീലന്മാർ വന്നു അവരുടെ കുടുംബത്തിൽ നിന്ന്. और 100 से ज्यादा वकील उनके पीढ़ियों में से निकले. അവരുടെ കുടുംബത്തിൽ നിന്ന് ഒരു അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇറങ്ങി വന്നു. और उनके पीढ़ी में से, उनके जनरेशन में से अमेरिका का वाइस प्रेसिडेंट भी निकल के आया. ഒരാൾ പോലും കോടതി പോയില്ല, ഒരാൾ പോലും ദേശത്തിന് ശാപമായി മാറിയില്ല. और कोई भी एक व्यक्ति भी उनके पीढ़ियों में से कोर्ट कचहरी के पीछे नहीं गया, खूनी नहीं निकला. ഞാൻ പറയാൻ വന്നത് നിങ്ങൾക്ക് ആരുടെ ഫാമിലി ആകണം, നിങ്ങളുടെ ജനറേഷൻ എങ്ങനെയുള്ള ഫാമിലി ആകണം. और मैं आपसे ये पूछा जाता हूँ कि आपको और आपके परिवार को कैसा परिवार बनना है. दोनों में से ഞാൻ പറയുന്ന സ്റ്റേറ്റ്മെന്റ് വളരെ ശ്രദ്ധിച്ചു കേൾക്കുക. ബ്ലെസ്സിങ്സ് റൺ ഇൻ ദ ഫാമിലി, കഴ്സസ് റൺസ് ഇൻ ദ ഫാമിലി. और जो मैं अभी वाक्य बोलने जा रहा हूं उसको बहुत ही कान खोल के सुनना कि जो आशीष है वो पीढ़ियों में बहती है और जो श्राप है वो भी पीढ़ियों में बहती है. എബ്രഹാമിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടവരായിരുന്നു, ഐസക്കിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടായിരുന്നു, ജേക്കബിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടവരായിരുന്നു. നിങ്ങൾക്ക് എബ്രഹാം, ഐസക്, ജേക്കബിന്റെ പോലെയുള്ള കുടുംബം ആകണോ അതോ ശാപം കിട്ടിയ കുടുംബമാണോ?
अब्राहम, आइजैक और यूसुफ का जो पीढ़ी था वो आशीषित परिवार था। तो आपको कैसा परिवार होना है, आशीषित या श्रापित परिवार? ഇത് ഇന്നത്തെ എപ്പിസോഡ് ഇൻട്രൊഡക്ഷൻ മാത്രമായിരുന്നു. ബാക്കിയുള്ള അടുത്ത ദിവസങ്ങളിൽ വരുന്ന എപ്പിസോഡുകൾ കണ്ടുകൊണ്ടിരിക്കുക. ഏതെങ്കിലും എപ്പിസോഡ് മിസ്സാവുകയാണെന്നുണ്ടെങ്കിൽ ലിങ്കിന് വേണ്ടി എനിക്ക് ഫോൺ ചെയ്യുക. ഞാൻ അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് വാട്സപ്പിൽ കൂടെ അയച്ചു തരാം. ഇത് ഇന്നത്തെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. നിങ്ങൾ ഡിസൈഡ് ചെയ്യുക, ആ കോപ്പി എടുത്ത് ഒന്നുകൂടെ തിരിച്ചു മറിച്ച് നോക്കിയിരുന്ന് ആലോചിക്കുക. ഇനി വരുന്ന ദിവസങ്ങളിൽ ഇത് എങ്ങനെ വന്നു, ഇതിന്ന് എങ്ങനെ പുറത്തോട്ട് പോകാം, അനുഗ്രഹം കുറഞ്ഞ കുടുംബമായി എങ്ങനെ മാറാം എന്ന് നമുക്ക് പഠിക്കാം ഇനി വരുന്ന ദിവസങ്ങളിൽ. और आज का जो एपिसोड है वो सिर्फ इंट्रोडक्शन का एपिसोड था. जो नेक्स्ट 3, 4, 5 एपिसोड जो है वो आप बैठ के एक पेपर और पेन के साथ बैठिएगा. और अगर आपने कोई भी एपिसोड मिस किया हो तो मुझे आप कॉल कर सकते हैं या व्हाट्सएप कर सकते हैं. तो मैं आपको लिंक फॉरवर्ड करूंगा और बैठ के लिखिएगा. मेरा विश्वास है जो आज आपने लिखा, आपने समझ लिया होगा कि आपके पीढ़ी में कौन सा श्राप एक्टिवेटेड है. और आगे आने वाले एपिसोड्स में हम सीखेंगे कि कैसे हम इन श्रापों में से मुक्ति पा सकते हैं. वचन के द्वारा हम कैसे श्रापों में से मुक्ति पा सकते हैं. നമുക്ക് പ്രാർത്ഥിക്കാം ഒരുമിച്ച്. എൻ്റെ കർത്താവും തമ്പുരാനുമായ ദൈവമേ, ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ജനറേഷണൽ ബ്ലെസ്സിങ്, ജനറേഷണൽ കഴ്സസ് എന്നുള്ള ഈ സബ്ജക്റ്റ് പഠിക്കുന്ന സമയത്ത് ബുദ്ധി തരണമേ, സാമർത്ഥ്യം തരണമേ, അനുഗ്രഹം തരണമേ കർത്താവേ. അങ്ങയുടെ കൈകളിലേക്ക് ഈ എപ്പിസോഡുകളെ ഏൽപ്പിച്ച് ലോകത്ത് നിന്ന് കാണുന്ന കോടാനുകോടി ജനങ്ങളെ അങ്ങയുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചു. ഇത് ഞങ്ങൾക്ക് ഒരു അനുഗ്രഹമായി മാറണമേ. ഞങ്ങൾക്ക് പുതിയ റെവലേഷൻസ്, അനുഗ്രഹങ്ങൾ തരണമേ കർത്താവേ. അഭിഷേകം ചെയ്യുന്നു, അനുഗ്രഹം ചെയ്യുന്നു കാണുന്നവരെല്ലാം. യേശു കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. Praise the Lord. ഹല്ലേലൂയ. ഇന്ന് ചർച്ചിന്റെ നോർത്ത് ഇന്ത്യയിലെ സുവിശേഷത്തിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് തരാനുണ്ട്. ഇതുവരെ കണ്ടവരെല്ലാം ഇന്നുവരെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നു. താങ്ക് യു. വളരെ ഇമ്പോർട്ടൻ്റ് ഒരു അപ്ഡേറ്റ്. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരും, അതിനെക്കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങളിപ്പോൾ കണ്ടു കാണുമല്ലോ, ഞങ്ങളുടെ ചർച്ച് തുടങ്ങിയ സമയത്ത് ഒരു ചെറിയ ഒരു ഷെഡിൽ നിന്നായിരുന്നു. എൻ്റെ ഫാദർ ഇൻ ലോയുടെ ഇവരുടെ വീട്ടിൽ നിന്ന് ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഞങ്ങൾ തുടങ്ങി. ഒരു ചെറിയ ഷെഡിൽ നിന്ന് അവിടെ 10-20 ആത്മാക്കളെ കർത്താവ് തന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പുതിയൊരു സ്ഥലത്തോട്ട് റെന്റിൽ പോയിരുന്നു. അവിടെ കർത്താവ് ഒരു 70-80 ആത്മാക്കളെ തന്നു. ഇതിലൊറ്റ മലയാളി ഫാമിലി പോലും ഇല്ല. ഞങ്ങളുടെയാണ് മലയാളി ഫാമിലി. എല്ലാം ഹിന്ദി, പഞ്ചാബി, ബിഹാർ അവിടെ നിന്നുള്ള ഭാഷകളിൽ നിന്നുള്ളവരാണ് കർത്താവിനെ അറിഞ്ഞിരിക്കുന്നത്. കൂടുതലും ആദ്യമായി യേശു കർത്താവിനെ അറിയുന്നവരാണ്. ക്രിസ്ത്യൻ ഫാമിലിയിൽ നിന്ന് വന്നവർ വളരെ കുറച്ചാണ്. ഞങ്ങളുടെ ചർച്ച് ഒരു പുതിയ സ്റ്റെപ്പ് എടുക്കുന്നു, പുതിയ ഒരു സ്ഥലത്തേക്ക്. ഇത് റെന്റിനാണ് എടുത്തിരിക്കുന്നത്. ഈ പ്രോപ്പർട്ടി വളരെ വലിയ റെന്റാണ്. ഞങ്ങളുടെ ചർച്ച് ഇരിക്കുന്നിടത്തുനിന്ന് ഒരു 20 മിനിറ്റ് ഡ്രൈവ് കുറച്ചുകൂടെ ഉണ്ട്. ഒരു 8-8.5 കിലോമീറ്റർ കുറച്ചുകൂടെ അകത്തോട്ട് മാറി, കുറച്ചുകൂടെ ഔട്ടർ ഏരിയയിലോട്ട് മാറി ഒരു പുതിയ സ്ഥലം ഞങ്ങൾ റെന്റിന് എടുത്തിരിക്കുന്നു. ആ സ്ഥലത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടിരിക്കുന്നത്. പ്ലോട്ട് മാത്രമാണ്. ഇവിടെ ഞങ്ങൾക്ക് ഒരു ടിന്നിന്റെ ഷെഡ് ഇടണം.
ഇവിടെ വാഷ്റൂംസ് ബിൽഡ് ചെയ്യണം, ഇവിടെ ഓഫീസുകൾ ബിൽഡ് ചെയ്യണം, മറ്റുള്ള ബാപ്റ്റിസം ടാങ്ക്, അതുപോലുള്ള പല പല കാര്യങ്ങളും സെറ്റ് ചെയ്യണം. അതിനുവേണ്ടി നോർത്ത് ഇന്ത്യയിലെ കർത്താവിൻ്റെ സുവിശേഷം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ ഇന്ന് നിങ്ങളോട് ചോദിക്കുന്നു, ഞാൻ ഇന്ന് നിങ്ങളോട് യേശുവിൻ്റെ നാമത്തിൽ അഭ്യർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വളരെ വളരെ ലക്ഷങ്ങളുടെ സാമ്പത്തിക ആവശ്യമുണ്ട് ഈ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട്. ഒരു 3 ലക്ഷത്തിനധികം മേളിൽ എക്സ്പെൻസ് വരുന്നുവെന്നാണ് ഒരു ഇനീഷ്യൽ എസ്റ്റിമേറ്റ്. ഇപ്പോൾ ഒരു 3 ലക്ഷത്തിന് മേളിൽ ടിൻ ഷെഡ്, മറ്റുള്ള കാര്യങ്ങൾ അതിലും കൂടുതൽ പോകും. ഞാൻ വിചാരിക്കുന്നു എത്രയാണെന്നുണ്ടെങ്കിൽ കർത്താവ് അത്ഭുതകരമായ രീതിയിലെല്ലാം പ്രൊവൈഡ് ചെയ്യും. ഇതുവരെ നടത്തിയവൻ വിശ്വാസി യോഗ്യൻ, നമുക്കായി കരുതുന്നവൻ, നമ്മളെ അനുഗ്രഹിക്കുന്നവൻ, ഒന്നിനും ഒരു കുറവില്ലാതെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകും. ഞങ്ങൾ അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞു, എഗ്രിമെൻ്റ് എഴുതി കഴിഞ്ഞു. കുറച്ച് മാസങ്ങളിലെ അഡ്വാൻസ് ഒക്കെ മുന്നോട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഇവിടെ ഇലക്ട്രിസിറ്റി കണക്ഷൻ പോലും ഇല്ല. അത് ഞങ്ങൾക്ക് തുടങ്ങണം, ഇത് ലെവലാക്കണം, പല പല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ സുവിശേഷം ഫ്രീ ആണ്, പക്ഷേ സുവിശേഷം കൊടുക്കുന്നത് എക്സ്പെൻസീവാണ്. അത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കേരളത്തിലെ വിശ്വാസി സമൂഹത്തോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു, ഈ സമയത്ത് നിങ്ങൾ വിതയ്ക്കുക. 500 1000 എത്രയാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ലക്ഷക്കണക്കിന് വിതയ്ക്കാൻ പറ്റുന്നവർ ഇത് കേൾക്കുന്നുണ്ടായിരിക്കും. ഈ സമയമാണ് നിങ്ങളുടെ പേരിൽ എന്തെങ്കിലും ആകട്ടെ. നോർത്ത് ഇന്ത്യയിൽ ഒരു വിത്ത് പോയി കിടക്കട്ടെ, അതിൽ നിങ്ങളുടെ പേരാകട്ടെ. ആ മരം വളർന്ന് പന്തലിക്കുന്ന സമയത്ത് നിങ്ങൾക്കും അറിയാം, ഈ ഞങ്ങളുടെ ഈ മിനിസ്ട്രി ടെമ്പിൾ ഓഫ് ദ മോസ്റ്റ് ഹൈ ഗോഡ് ചർച്ച് ഇനിയുള്ള വരുന്ന ദിവസങ്ങളിൽ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നു. കർത്താവ് ഇവിടെ ഒരു 500-600 പേർക്ക് മേളിൽ ഇരിക്കാവുന്ന ഫെസിലിറ്റി ഉണ്ട്. എൻ്റെ ആത്മീയ പിതാവ് അപ്പോസ്റ്റൽ അങ്കുർ നെറുള, അദ്ദേഹത്തിൻ്റെ കവറിങ്ങിലാണ് ഞാൻ. അദ്ദേഹം എന്നോട് പറഞ്ഞു, നെക്സ്റ്റ് അടുത്തെടുത്തോളൂ. നമ്മുടെ പിതാക്കന്മാർ നമ്മളോട് പറയുന്ന സമയത്ത് അടുത്തത് ദൈവം നമുക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുന്നു. സോ ഇപ്പോൾ 70-80 നിന്ന് ചർച്ച ഒരു 500-600 ആത്മാക്കളെ നേടാൻ പോകുന്നു, വലിയ വലിയ കാര്യങ്ങളെ നേടാൻ പോകുന്നു. ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ ബാപ്റ്റിസം എടുക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഒത്തിരി ആത്മാക്കൾ അറിയട്ടെ, ആളുകൾക്ക് വിടുതൽ ലഭിക്കട്ടെ, ആളുകൾ ദുഷ്ടാത്മാക്കളിൽ നിന്ന് വിടുതൽ വരട്ടെ, ആളുകളുടെ കുടുംബങ്ങളിൽ ശാന്തി വരട്ടെ. അതെല്ലാം ചെയ്യാൻ ഒരുമിച്ച് നമുക്ക് ചെയ്യാം. എന്നെ കർത്താവ് ആ ഹിന്ദു കുടുംബത്തിൽ നിന്ന് ഇദ്ദേഹത്തെ വിളിച്ച സമയത്ത് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു കർത്താവ് എന്തൊക്കെ കാര്യങ്ങൾ നമ്മളിൽ കൂടെ ചെയ്യാനോ. പക്ഷെ ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആണ്. ഇവിടെ ഇപ്പോൾ ബിൽഡിങ്ങുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതുള്ളൊരു ഇത്തിരി ഔട്ടർ ഏരിയ ആണ്. എൻ്റെ പ്രാർത്ഥനയാണ് അടുത്ത ഒരു 2 വർഷം, ഞാൻ 2 വർഷത്തേക്ക് മാത്രമാണ് ഇത് എടുക്കുന്നത്. കാരണം ഞങ്ങൾ അവിടെ 2 വർഷം ഇരുന്നു, അവിടെ കർത്താവ് ഉയർത്തി. ഇവിടെ 2 വർഷം, അത് കഴിഞ്ഞ് കുറച്ച് 1-2 ഏക്കറുകൾ വസ്തുക്കൾ ഞങ്ങൾ കുറച്ചുകൂടെ പുറകോട്ട് പോയി മേടിക്കും. നമുക്ക് ഒരുമിച്ച് കർത്താവിന് വേണ്ടി ചെയ്യാം, പ്രാർത്ഥിക്കാം. ഒത്തിരി വലിയ വലിയ സ്വപ്നങ്ങൾ കർത്താവിന് വേണ്ടി നോക്കാം. വലിയ 60, 70, 80 വയസ്സുള്ള ആളുകൾ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കും, 40 വയസ്സുള്ളവർ കേൾക്കുന്നുണ്ടായിരിക്കും, കുഞ്ഞുങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കും. നിങ്ങളെ കൊണ്ട് കുടുംബത്തിന് ചെയ്യാവുന്ന പ്രാർത്ഥനാ സഹായങ്ങൾ ചെയ്യുക. ഞങ്ങളുടെ ഈ പ്രൊജക്റ്റിന് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കുക, അതിനുവേണ്ടി വിതയ്ക്കുക. കർത്താവ് നിങ്ങളോട് പറയുന്ന ചെയ്യുക. പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദത്തെ ഒരിക്കലും കെടുത്തരുത്. അതിനനുസരിച്ച് ചെയ്യുക. വലിയ 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 കാര്യങ്ങൾ ചെയ്യാം. ജീസസ് കിച്ചന് വേണ്ടി ഇന്ന് വരെ തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ടുകൾക്ക് നന്ദി, ഇനിയും തരാൻ പോകുന്ന സപ്പോർട്ടുകൾക്ക് നന്ദി. ഈ ഒരു വലിയ പ്രൊജക്റ്റ് ഞങ്ങളുടെ തോളിന് താങ്ങാൻ പറ്റുന്നതല്ല. എനിക്ക് സപ്പോർട്ട് ആവശ്യമുണ്ട്. ഞങ്ങളുടെ ഈ ചെറിയ ചർച്ചിന് താങ്ങാൻ പറ്റുന്നതല്ല. 10-20 രൂപയുടെ ഓഫറിങ് വരുന്ന ചർച്ചിന് താങ്ങാൻ പറ്റുന്നതല്ല. പക്ഷേ എൻ്റെ വിശ്വാസമുണ്ട്, ഇതുവരെ അത്ഭുതകരമായ രീതിയിൽ നടത്തിയ എൻ്റെ കർത്താവ് ഇനിയും നടത്തും. ഇക്കോയുടെ നമുക്ക് ഈ CNG ഇക്കോ കിട്ടിയ ടെസ്റ്റ് മണി ഞാൻ ഷെയർ ചെയ്തല്ലോ, കണ്ടു കാണുമല്ലോ. കർത്താവ് അത്ഭുതകരമായി നടത്തി, കർത്താവ് പ്രൊവിഷൻസ് തന്നുകൊണ്ടിരിക്കുന്നു. സെയിം കർത്താവ് നമ്മുടെ ദൈവം, ഈ ദൈവം എൻ്റെ ദൈവം, ഈ ദൈവം നമ്മുടെ ദൈവം. ഞാൻ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിഷയത്തിലേക്ക് വേണ്ടിയിട്ട് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ അപ്പ. ഇന്നു മുതൽ ഈ ബിൽഡിങ് റെന്റ് ഷിഫ്റ്റിംഗ് പ്രൊജക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന എല്ലാവരെയും അങ്ങയുടെ അഭിഷേകം നിറഞ്ഞ കൈകൊണ്ട് അനുഗ്രഹിക്കണമേ കർത്താവെ. ഞാൻ പ്രാർത്ഥിക്കുന്നു, അടുത്ത 90 ദിവസത്തിനുള്ളിൽ കർത്താവെ അവർ എക്സ്പെക്ട് ചെയ്യുന്ന, അവർ വിതയ്ക്കുമ്പോൾ വലിയ രീതിയിൽ വിതയ്ക്കുമ്പോൾ അടുത്ത 90 ദിവസത്തിനുള്ളിൽ വലിയ രീതിയിൽ കൊയ്യാനും അവരെ അനുവദിക്കണമേ കർത്താവെ. അവരുടെ പ്രാർത്ഥന വിഷയങ്ങൾ, ചില ഫാമിലി നിങ്ങൾക്ക് ഫൈനാൻസ് അല്ല പ്രശ്നം, വേറെ എന്തോ ഒരു പ്രശ്നം, ഫാമിലി റിലേറ്റഡ് പ്രശ്നം അലട്ടുന്നു. നിങ്ങൾ വിതയ്ക്കുമ്പോൾ കർത്താവിനോട് ഈ സമയത്ത് പരിശുദ്ധാത്മാവിൽ കൂടെ പറയുന്നു, അത് നിങ്ങൾ ഫൈനാൻസ് വിതയ്ക്കുമ്പോൾ കർത്താവ് നിങ്ങളുടെ ലൈഫിൽ എന്ത് ചെയ്യണം അത് അദ്ദേഹം ചെയ്യും. നന്ദി അപ്പ, ഞങ്ങളോട് പ്രൊഫറ്റിക്കലി സംസാരിക്കുന്നതിന് ഈ സമയത്ത്. എല്ലാവരോടും സംസാരിക്കുന്നതിനായി നന്ദി, മനസ്സുകളോട് സംസാരിക്കുന്നതിനായി നന്ദി. ഇന്ന് ഈ എപ്പിസോഡ് പോയി കഴിയുമ്പോൾ തന്നെ, ഇത് സംസാരിക്കുമ്പോൾ തന്നെ എൻ്റെ വിശ്വാസമാണ് അപ്പ, അതിനുവേണ്ടിയുള്ള 3 ലക്ഷത്തിലധികം രൂപ അങ്ങ് കൊണ്ടുവരുമെന്നും അങ്ങയുടെ അത്ഭുതകരം പ്രവർത്തിക്കുന്നു. നന്ദി അപ്പ, നന്ദി. ഞങ്ങൾക്ക് വേണ്ടി വഴികളെ തുറക്കുന്നതിന് ഞങ്ങളുടെ കർത്താവും ദൈവവുമായ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. ബൈ, പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് ഇതിനു വേണ്ടി തരാൻ, ഇതിനു വേണ്ടി വിതയ്ക്കാൻ, ഇതിനുവേണ്ടി അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ തന്നിരിക്കുന്ന നമ്പറുകളിൽ കോൾ ചെയ്യുക. അതിനുവേണ്ടിയുള്ള ഡീറ്റെയിൽസ് ഞങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. ബൈ, പ്രൈസ് ദി ലോർഡ്. അടുത്ത വീഡിയോ ഇത് കഴിയുമ്പോൾ ഞാൻ ടെസ്റ്റ് മണി ഷെയർ ചെയ്യും. അന്നേരം ഷെഡിൻ്റെ കൂടെ ഇപ്പോൾ ആ ഡ്രോൺ ഞങ്ങൾ റെൻറ്റിന് എടുത്തുകൊണ്ട് വന്നെടുത്ത വീഡിയോ ആണത്. സോ ഇനി അടുത്ത വീഡിയോ വരുന്നത് 1 മാസത്തിനുള്ളിൽ, 1.5 മാസത്തിനുള്ളിൽ ആ ഷെഡിനകത്തുള്ള വീഡിയോ ആയിരിക്കും. കർത്താവ് ചെയ്ത അത്ഭുത കാര്യങ്ങളോടെ. കാരണം എൻ്റെ ഒരു നേച്ചറാണ്, നേരത്തെ എന്തുവാന്ന് ഞാൻ ഷെയർ ചെയ്യും,
കർത്താവ് എന്ത് ചെയ്തെന്ന് ഞാൻ ഷെയർ ചെയ്തു. ഞാൻ റെക്കോർഡുകൾ വെച്ചുകൊണ്ട് പോകുന്ന ആളാണ്, ഫോട്ടോഗ്രാഫ്സ് വീഡിയോസ് ഞങ്ങൾ എടുക്കും. കാരണം എനിക്കറിയാം കുറച്ച് നാൾ 10, 25, 30 വർഷം കഴിയുമ്പോൾ നമ്മളൊന്ന് തുറവോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾക്ക് നിന്ന് കരയാനേ പറ്റത്തുള്ളൂ. കർത്താവ് നീ നടത്തിയ അത്ഭുതമായ വഴികൾ. അപ്പം നമുക്ക് ആ മെമ്മറികൾ വെക്കേണ്ട ആവശ്യമുണ്ട്. കാരണം കർത്താവ് നാളെ ഒരു സമയത്ത് ഒരു 5-10 ഏക്കറിൻ്റെ സ്ഥലത്ത് ഒരു ക്യാമ്പസിൽ കൊണ്ടുപോയി നമ്മളെ ഇരുത്തുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ചിരുന്ന് ഈ നോർത്ത് ഇന്ത്യയിൽ ആരാധിക്കുന്ന സമയത്ത് ഞാൻ അത്ര മാത്രമേ പറയത്തുള്ളൂ, കൃപ കൃപ കൃപ. അത് മാത്രമേ എന്നെ കൊണ്ട് പറയാൻ പറ്റത്തുള്ളൂ, നിങ്ങളെ കൊണ്ടും പറയാൻ പറ്റത്തുള്ളൂ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ തമ്പുരാൻ നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. ബൈ ബൈ. പ്രൈസ് Praise the ലോർഡ്. Lord.